ഹലോ ഗൈസ്, ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് വ്ലോഗാണ്. പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ പുറത്തു പോവുക, അത്രമാത്രമേ ഉദ്ദേശമുള്ളൂ. ഈ റൂമിൽ തന്നെ നമ്മൾ പ്രവാസികളായിരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാമല്ലോ. റൂമിൽ തന്നെ ഇരുന്ന് മടുപ്പ്, എങ്ങോട്ട് തിരിഞ്ഞാലും 4 ഭിത്തി മാത്രമല്ലേ കാണാനുള്ളൂ. അപ്പം നമുക്ക് ആകെ ഒന്ന് എൻജോയ് ചെയ്യാൻ കിട്ടുന്നത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ ചൂട്, അതുകൊണ്ട് തന്നെ പകൽ പുറത്തു പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം വൈകുന്നേരങ്ങളിലേക്കാണ് നമ്മൾ ചെയ്യുക. അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലൊരു ക്ലൈമറ്റും ആയിരിക്കും. കുറച്ച് സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ഫുൾ ലൈറ്റും വെട്ടവും വെളിച്ചവും, രാത്രിയിൽ പുറത്തു പോകുന്നത് വേറൊരു രസം. അങ്ങനെ നമ്മൾ ഫ്രൈഡേ പുറത്തേക്ക് പോവാണ്. പള്ളിയിൽ പോകണം എന്ന് പ്ലാൻ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് ഒരു അന്തവും കുന്തവും ഇല്ലാതാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒരു കുട്ടിക്കൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ കരുതിയിട്ട് നമ്മൾ റൊസേൽ ഗാർഡനിൽ പോയി കുറച്ച് നേരം അവിടെ കറങ്ങി, ഒരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ കറങ്ങി. അപ്പോഴാണ് അവിടെ കുതിര സവാരി, കുതിരയിൽ പോകാൻ പറ്റും. 1 റിയാലാണ് കേട്ടോ ചാർജ്. അങ്ങനെ നമ്മൾ നെയ്കുട്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കുതിരപ്പുറത്ത് കയറാൻ. അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു കുതിരപ്പുറത്ത് കയറണമെന്ന്. എന്നിട്ട് ഒരു കുട്ടി കുതിരപ്പുറത്ത് കയറി പോയിട്ട് തിരിച്ച് വരുന്നത് വരെ ആ കുതിരയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. 1 വർഷം മുന്നേ ഇതേപോലെ ഞങ്ങൾക്ക് ആഗ്രഹമായിട്ട് ഞങ്ങൾ ഇവളെ കുതിരപ്പുറത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവൾ തീരെ കുഞ്ഞു കുട്ടിയായിരുന്നു. ഏകദേശം 1 വയസ്സ് 1.25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ആളെ കുട്ടി വല്ലാണ്ട് വളർന്നു വലുതായിരിക്കുന്നു. അപ്പോൾ അവളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അവൾക്ക് കുതിരപ്പുറത്ത് കയറണം. അങ്ങനെ അവളുടെ ഒരു വലിയൊരു ആഗ്രഹം, ആ കണ്ടപ്പോൾ അവൾക്ക് തോന്നിയ ആ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെങ്ങനെ പറ്റുന്നതാണ് ചെയ്ത് കൊടുക്കണമെന്നാണല്ലോ അത് തന്നെ. അങ്ങനെ അവളുടെ ആഗ്രഹം നടക്കട്ടെ കരുതി. അവളുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം. അങ്ങനെ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾ കുതിരപ്പുറത്ത് കയറ്റി. അങ്ങനെ കുറേ കുതിര സവാരിയൊക്കെ നടത്തി. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പം അങ്ങനെയൊക്കെ അവൾ ഹാപ്പി ആയി കണ്ടപ്പോൾ നമ്മളും ഡബിൾ ഇരട്ടി ഹാപ്പി. അങ്ങനെ നമ്മൾ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് നമ്മൾ വൈകുന്നേരം കുറച്ച് സന്ധ്യയായി. അപ്പം റൊസേൽ ഗാർഡനിൽ നിന്ന് കുറച്ച് അടുത്തിട്ടാണ് പള്ളി. മസ്കറ്റിലെ ഗാലായിലെ ക്രിസ്ത്യൻ കാത്തലിക് ചർച്ച് തൊട്ടടുത്താണ്. അപ്പം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ പോകാൻ. അപ്പോൾ ഞങ്ങളൊരു കുതിര സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:30 7:45 ആയപ്പം നമ്മൾ റൊസേൽ ഗാർഡനിൽ നിന്ന് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ 8:10 ആയപ്പോൾ എത്തി. ആസ് യൂഷ്വൽ ട്രാഫിക്, പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പള്ളിയിൽ സ്ഥലമേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ വണ്ടി പാർക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഈ കുട്ടി ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.